നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്ത വ്യക്തികളാണ്. മറ്റുള്ളവരെ സഹായിച്ച് അവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ മാത്രം ഏറ്റുവാങ്ങുന്ന നക്ഷത്രക്കാരാണ്. ഏതൊരു സാഹചര്യത്തിലും എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും ഏതൊരവസ്ഥയിലാണെങ്കിലും അവർ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ കുറ്റങ്ങളും ഈ പറയുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കുന്നത്. എത്ര കണ്ട് സഹായിക്കുന്നു അത്ര കണ്ട് ദേഷ്യം മാത്രം സമ്പാദിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തികളാണ്. എല്ലാവർക്കും കുറ്റം മാത്രം കണ്ടുപിടിക്കാനുള്ള പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ്. എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഇവർക്ക് യാതൊരു പോരായ്മയായിട്ടൊന്നും തോന്നില്ല. കാരണം എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും കേട്ടാലും കേട്ടില്ല എന്നുള്ള ധാരണയിൽ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കുന്ന വ്യക്തികളാണ്. അവരുടെ ആവശ്യം കഴിയട്ടെ, അവരുടെ ആഗ്രഹം സഫലമാവട്ടെ, എന്നിട്ട് ആവാം നമ്മളുടേത് എന്നുള്ള ആ ഒരു മനസ്സാണ് ഇവരുടെ പ്രധാനമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിൽ തുടക്കത്തിനുള്ള എല്ലാ നന്മകൾക്കുള്ള ഒരടിസ്ഥാനം. ആരുടെ വിഷമങ്ങൾ കണ്ടാലും പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു വ്യക്തികളാണ്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും കയ്യിൽ ഒന്നും ഇല്ല എങ്കിലും ആ സാഹചര്യം നിറവേറ്റി കൊടുക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സാധിച്ചു കൊടുക്കും. പക്ഷേ ആ സാധിക്കുന്നവരെ അവരുടെ സ്നേഹം എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറി ഇവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക, മറ്റുള്ളവരോട് പറയുക, അത്രയ്ക്കുണ്ട് അകറ്റി നിർത്തുക. അതാണ് ഇവർ എത്ര മറ്റുള്ളവരെ സഹായിച്ചാലും കിട്ടുന്ന സമ്പാദ്യം എന്ന് പറയുന്നത്. കുറ്റങ്ങൾ മാത്രമായിരിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലാണെങ്കിലും മറ്റുള്ളവരോട് ഒന്നും ദേഷ്യമായിട്ടോ ഒരു പരിഭവമായിട്ടോ പെരുമാറുകയുമില്ല. അത്രയ്ക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഒരു വിഷമം പോലും മറ്റുള്ളവരെ അറിയിക്കാതെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. അത്ര കണ്ട് വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ കാണുന്നവർക്ക് ധനത്തിലാണെങ്കിലും എല്ലാ തരത്തിലുള്ള സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തികളാണ് എന്നുള്ള ധാരണയിലാണ്. ഇവരുടെ കയ്യിൽ ഒന്നുമില്ല താനും. പക്ഷേ ഏത് ഒരു സാഹചര്യം വന്നാലും ഒരു വിളക്കായിട്ട്, ഒരു വെളിച്ചമായിട്ട് ഇവരെ മറ്റുള്ളവർ കാണുന്നതുമാണ്. കുടുംബത്തിലായാലും ബന്ധുക്കൾക്കായാലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ പറയുന്ന നക്ഷത്രക്കാരെ ആവശ്യമുണ്ടാവും. അത് കഴിഞ്ഞാൽ അവരുടെ ഒരു പൊടി പോലും വേണ്ട എന്നുള്ള സാഹചര്യത്തിലുള്ള പെരുമാറ്റമായിരിക്കും മറ്റുള്ളവർക്ക്. എന്നിരുന്നാലും സന്തോഷപ്രദമായിട്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും നിറയുന്ന ആ അന്തരീക്ഷം മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ഓരോ ചിന്തയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ എന്നിരുന്നാലും കുറ്റങ്ങൾ അവിടെയും ഉണ്ട്. കുടുംബത്തിലായാലും ബന്ധുക്കൾക്കായാലും അത്രയ്ക്ക് നന്മയുള്ള വ്യക്തികളാണ്. കളങ്കമില്ലാത്ത എല്ലാ സാഹചര്യങ്ങൾക്കും ഒരു വഴി തെളിയിക്കുന്ന രീതിയിൽ ഒരു പ്രകാശം എന്നിരുന്നത് പോലെയാണ് ഇവരുടെ മനസ്സ്. അത്രയ്ക്ക് നന്മയുള്ള വ്യക്തികളാണ്. വ്യക്തികൾ ആരെല്ലാം എന്ന് വെച്ചാൽ മൂലം, അനിഴം, മകയിരം, കാർത്തിക, തിരുവോണം, തിരുവാതിര, ചിത്തിര, പൂയം, ഊരാടം. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും സമാധാനവും സർവൈശ്വര്യവും നിറയുന്നതാണ്. കർക്കിടകം 1-ാം തീയതി തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത്. ശുഭം.